കുട്ടിച്ചേട്ടൻ എവിടുന്നാ പണം കൊടുക്കാന്ന് പറഞ്ഞത്? അതാണ് എനിക്കും പിടികിട്ടാത്തത്. അവൻ ഇത്ര വലിയ അബദ്ധം വിളിച്ചു പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഒരു ഉദ്ദേശമില്ലാതെ അങ്ങനെ പറയൂ? നീയും ഇത്ര വലിയ മഠയായി പോയല്ലോ. ഒരു അപകടം പറ്റി ഇവിടെ കിടന്നപ്പോ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവന് എവിടുന്നാ 2 ലക്ഷം രൂപ? ഇപ്പൊ എവിടെ പോയിരിക്കുക? എനിക്കറിയില്ല. തമ്പി അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് പോയത് പിന്നെ ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് എങ്ങനെയെങ്കിലും തമ്പി അദ്ദേഹത്തിന്റെ കാലൊടിച്ചോടെ കഴിയാമായിരുന്നു. അത് നടക്കില്ല. ആ ഡ്രൈവർ കൃഷ്ണനും മറ്റവനും കൂടി അദ്ദേഹത്തെ വാശി പിടിപ്പിച്ചു കളഞ്ഞില്ലേ? നാളെ കാശ് കൊടുത്തില്ല ഇവിടെ ഇറങ്ങിപ്പോണോടാ. ചേട്ടാ, എങ്ങാണ്ടൊന്ന് രണ്ടു തിരിഞ്ഞു വന്നവൻ കാരണം നമ്മൾ മരഞ്ഞില്ലേ? അവന്മാര് മനഃപൂർവ്വം ഇത് ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, അവന്മാരെ പോയി ഒന്ന് കണ്ടാലോ? ഡ്രൈവർ സാറേ, ഡ്രൈവർ സാറോ, ആരാടാ ഈ രാത്രി നേരത്തെ വന്ന് ശല്യം ഉണ്ടാക്കുന്നത്? നിന്റെ കൂട്ടുകാരൻ എവിടെ? എനിക്കറിയാമോ. എന്തോ വേണം? അവൻ നാട് വിട്ട് കാണുമെന്നേ. നീയൊക്കെ കാരണം നാളെ ഇവിടെ എത്ര കുടുംബങ്ങളാ വഴിയാധാരമാകാൻ പോകുന്നത് നിനക്കറിയാം. ഇവിടെ ആരും വഴിയാധാരമാകാൻ പോകുന്നില്ല എന്ന് നീ പറഞ്ഞാ മതിയോ? നാളെ പണം കൊടുത്തില്ലെങ്കിലേ അദ്ദേഹം അങ്ങ് ഇറക്കി വിടും. അയാൾ ഇറക്കി വിടാൻ വരട്ടെ. വന്നാ 2 ലക്ഷം രൂപ ആ തെണ്ടി എവിടുന്ന് കൊടുക്കുവിടാ? എടാ ചെല്ലപ്പാ, സൂക്ഷിച്ച് സംസാരിക്കേ. ചെല്ലപ്പം പറയുന്നതാണോ തെറ്റ്? തമ്പി അദ്ദേഹത്തിന് പണം കൊടുക്കാമെന്ന് ഏറ്റിട്ട് ഇപ്പോഴവൻ നാട് വിട്ടില്ലേ? അവന്റെ കാര്യം വിട്. ഞാൻ ജീവനോടെ ഇരിക്കുന്നെങ്കിൽ ഇവിടുന്ന് ആരും നമ്മളെ ഒഴിപ്പിക്കാൻ പോകുന്നില്ല. പക്ഷേ നമ്മുടെ ഇടയിൽ തന്നെ കരിങ്കാരികൾ ഉണ്ടാവാൻ പാടില്ല. അദ്ദേഹത്തോട് നീ വിചാരിച്ചാൽ എന്തോ നടക്കാനാടാ? എന്ന് നടക്കുമെന്ന് കാണിച്ചു തരാവിടെ. എന്തായാലും ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുക. ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ നിന്നെ രണ്ടിനെയും ഞങ്ങൾ അരിഞ്ഞു കളയും. അവിടെ അവന്റെ ഒരു വേഷം പോരെ. എനിക്ക് പണം തരാമെന്ന് പറഞ്ഞവനെവിടെ? അവൻ എവിടെയെന്നാ ചോദിച്ചു. അവനെ കാണുന്നില്ല. കാണുന്നില്ലേ? അങ്ങുന്നേ, അവൻ ഇവനും കൂടിയാണ് ഞങ്ങളെ ചതിച്ചത്. എടാ, തമ്പിയെ ചതിക്കാമെന്ന് വിചാരിച്ചു അല്ലേ? ഇവിടെയുള്ള ഇടിച്ച് തകർക്കാൻ പറ. അത് നടപ്പില്ല തമ്പി സാറേ. എന്താടാ നടക്കാത്തത്? എല്ലാവരുടെയും മുമ്പിൽ വെച്ചല്ലേ എനിക്ക് പണം തരാമെന്ന് ആ തെണ്ടി പറഞ്ഞത്? അതെ. അവനെവിടെ? എനിക്കറിയില്ല. ഞാൻ എല്ലാവരെയും ഒഴിപ്പിക്കാൻ പോവാണ്. ഞങ്ങൾ ഒഴിയില്ല തമ്പി സാറേ. എന്നാ നീ പണം താ. എന്റെ കയ്യിൽ പണമില്ല. പക്ഷേ ഈ പാവങ്ങളെ ദ്രോഹിക്കുന്നത് ഞാൻ നോക്കി നിൽക്കില്ല. ബുൾഡോസർ സ്റ്റാർട്ട് ചെയ്യാൻ പറയൂ. ഇവൻ എന്ത് ചെയ്യുമെന്ന് കാണട്ടെ. എന്റെ ശവത്തിന് മീതെ വേണം നിങ്ങൾ ബുൾഡോസർ ഓടിക്കാൻ. ജീവൻ വേണമെങ്കിൽ എഴുന്നേറ്റോ. എനിക്ക് ജീവിക്കണ്ട. തിരിച്ചു താഴ്ക്കണമല്ല. നിർത്തല കൃഷ്ണ, ഇയാൾക്ക് ആവശ്യമുള്ള പണവുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. നീ എഴുന്നേൽക്കൂ. നിങ്ങൾക്ക് പണം വേണ്ടേ? ആ ശവപ്പെട്ടി വാനിലേക്ക് കയറ്റി വെക്കും. എന്റെ വാൻ. ശബ്ദിച്ചു പോരുത്. നിങ്ങൾക്ക് പണം വേണമെങ്കിൽ വാനിലേക്ക് കയറും. ഇതിലൊപ്പിടണം. എന്താണിത്? ഈ സ്ഥലം മുഴുവൻ
നിങ്ങൾ താമസക്കാർക്ക് ദാനം കൊടുത്തു എന്നുള്ള രേഖയാണ്. പണമോ? പണമോ? ₹2,00,000 എണ്ണിയെടുത്തുള്ളൂ. 2 ലക്ഷം ഉണ്ടോ? രാമൻകുട്ടി ഒരിക്കലും വാക്ക് തെറ്റിക്കാറില്ല. ഒപ്പിടൂ. നിങ്ങൾ തന്നെ പുറത്തിറങ്ങി ഈ സ്ഥലം കൂടി നിൽക്കുന്ന ഈ ആൾക്കാർക്ക് ദാനം ചെയ്തു എന്ന് പറഞ്ഞിട്ടേ പോകാവൂ. ശരി, പറയാം. ഈ സ്ഥലം മുഴുവൻ ഇവിടുത്തെ താമസക്കാർക്ക് ഞാൻ ദാനമായി തന്നിരിക്കുന്നു. അതിന്റെ രേഖയാണിത്. ഇതാ രാമൻകുട്ടി. മേലാൽ ഈ പ്രദേശത്ത് കണ്ടുവരുത് കേട്ടോ. രാമൻകുട്ടി, നീ ഇതെങ്ങനെ സാധിച്ചു? അതെല്ലാം പിന്നെ പറയാം. ആ പെട്ടിയിൽ ആരുടെ ശവമായിരുന്നു? അത് ശവപ്പെട്ടിയല്ല കൊച്ചപ്പ, പണപ്പെട്ടിയാണ്. പണപ്പെട്ടിയോ? അതെ, തമ്പിക്ക് പണം കൊടുക്കേണ്ടത് ശവപ്പെട്ടിയിലാണ്. കാരണം അയാളെപ്പോലുള്ളവരുടെ പണപ്പെട്ടി തുറന്നാൽ ശവപ്പെട്ടിയേക്കാൾ ദുർഗന്ധമാണ്. രാമൻകുട്ടി, നീ ഇത്ര വലിയ ഹൃദയമുള്ളവനാണെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഞങ്ങളോട് ക്ഷമിക്കണം. എന്തിനാ ചിലപ്പോൾ ക്ഷമ ചോദിക്കുന്നത്? നമുക്കെല്ലാവർക്കും ഈ മണ്ണിൽ ഉറച്ചു നിൽക്കാൻ സാധിച്ചതിൽ സന്തോഷിക്കില്ലേ വേണ്ടത്? ആർക്കും വേണ്ടാത്ത ആ ചതുപ്പ് നിലത്തിനാണ് ഞാൻ 2 ലക്ഷം രൂപ വാങ്ങിച്ചത്. അങ്ങനെയോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് അവന്മാരൊന്ന് പഠിക്കട്ടെ. ഏതായാലും ആ പെണ്ണിനെ കൂടെ കൊണ്ടുപോരാ. വേണ്ടി വന്നാൽ ആ പെണ്ണിനെയും കൊണ്ടുവരും. ഏതായാലും നമുക്കിതൊന്ന് ആഘോഷിക്കണം. അയ്യോ, ഇതിനകത്തുണ്ടായിരുന്ന രൂപ കാണുന്നില്ലടാ. അയ്യോ, ചതിച്ചോ? അവനൊരു എഴുത്തോ? വായിക്കേ. പകൽ മാന്യനായ തമ്പിക്ക് തന്റെ അലമാരയിലുണ്ടായിരുന്ന 2 ലക്ഷം രൂപ തന്നെയാണ് ഞാൻ എടുത്തു തന്ന് സ്ഥലം എഴുതിച്ചത്. ഒരാൾ ചെയ്യുന്ന തെറ്റുകൊണ്ട് 1000 പാവങ്ങൾക്ക് നന്മയുണ്ടാകുമെങ്കിൽ അതൊരു തെറ്റല്ല. പാവങ്ങളെ ദ്രോഹിക്കുന്ന പണി ഇനിയെങ്കിലും നിർത്തുക എന്ന് രാമൻകുട്ടി. എടാ രാമൻകുട്ടി, നീ സ്വല്പം കട്ടിയാണല്ലോടാ. അവൻ നമ്മളെ കബളിപ്പിച്ചു. അവനെ വെറുതെ വിട്ടുകൂടാങ്ങുന്നേ, പോലീസ് ഏൽപ്പിക്കണം. പോലീസിനെ ഏൽപ്പിക്കണ്ട, ഇത് ബ്ലാക്ക് മണിയാണ്. പണം എവിടുന്ന് കിട്ടിയെന്ന് പറയേണ്ടി വരും. ആ കടുവായ കിടുവ പിടിച്ചല്ലോ. എടാ രാമൻകുട്ടി, എന്റെ കൈ കൊണ്ടായിരിക്കും നിന്റെ മരണം. ചാവടിച്ചേട്ടോ, ചാവടിച്ചേട്ടോ. ഇത്ര നേരം എവിടെ പോയി കിടന്നടാ? നല്ല സാധനം കിട്ടാൻ ഞങ്ങൾ ഒരുപാട് കറങ്ങി. ഈ ചാരായെന്ന് ബോർഡ് വെച്ചിട്ട് ചങ്കുറുപ്പൻ സാധനം വിൽക്കുന്ന സ്ഥലത്ത് വാങ്ങിക്കാൻ ഒക്കുവോ? വാ തുടങ്ങാം. അപ്പൊ തുടങ്ങിക്കളയാ.